നിങ്ങൾക്ക് അറൗണ്ട് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് തന്നെ ഒരു 58,000 സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഈ ഒരു ഗ്രേഡ് 1 പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഒരു ജോബ് പ്രൊഫൈൽ, ആക്ച്വൽ ആയിട്ടുള്ള ഗോൾഡ് ബാച്ചും അതേപോലെ തന്നെ നോർമൽ ബാച്ചും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രി ഓർ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത്. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ, അതിൻ്റെ ഒരു സാലറി സ്കെയില് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് ഒക്കെ ഉള്ള ആളുകൾക്ക്, ബാച്ചിലർ ഓഫ് ഈ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT ഒക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡ് പഠിച്ച ആളുകളാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാവുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. JEEൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ മികച്ച സാലറിയാണ്. ഒരു പക്ഷേ അതായത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിനേക്കാൾ ഉയർന്ന സാലറി ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക. പിന്നെ ALPയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ റണ്ണിങ് അലവൻസ് കൂടുതൽ വരും. അപ്പോൾ സാലറി പിന്നെയും കൂടി വരും. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ALPയെക്കാട്ടുകളൊക്കെ ഉയർന്ന സാലറി തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ സിഗ്നൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, ഞാൻ സിഗ്നൽസിൽ വർക്ക് ചെയ്യുന്ന മറ്റേ ഫെലോ എഞ്ചിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, സിഗ്നൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് റെയിൽവേയിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ട്രാക്ക് ആൻഡ് മെഷീനും ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. ഇപ്പം നിലവിൽ ഡയറക്റ്റ് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ തന്നെ കാരണം ഇവിടെ ഒരുപാട് വേക്കൻസീസ് വന്നതുകൊണ്ടാണ്. സോ ഈ ഒരു ഗ്രേഡ് 1 പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിതിൽ എത്രത്തോളം സാലറി കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സാലറിയുടെ കാര്യം വരികയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 29,200 ആണ്. അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് DA ആയിട്ട് 14,600 വരുന്നുണ്ടാവും. അതേപോലെ HRA എന്ന് പറയുന്നത് ഓരോ സിറ്റിക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. എന്നാലും ഒരു 8,000 നമുക്ക് ഓൺ ആൻ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതർ അലവൻസസ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 6,000 വരും. പല അലവൻസ് ഉണ്ട് കേട്ടോ. അത് ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ ഉണ്ട്. അങ്ങനെ അലവൻസുകളൊക്കെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് തന്നെ ഒരു 58,000 സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലേ. അപ്പോൾ ഇതൊരു മികച്ച സാലറി തന്നെയാണ്, അതേപോലെ മികച്ച അവസരവുമാണ്. അപ്പോൾ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നതിന് നിങ്ങളൊരു ടെക്നീഷ്യൻ പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ITI ലെവൽ പോസ്റ്റ് ആണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതെ പോകരുത്. കാരണം ഇതൊരു ITI പോസ്റ്റേ അല്ല. ഈ പോസ്റ്റിലേക്ക് ഡിഗ്രി ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രി ഓർ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു പോസ്റ്റ് നന്നായിട്ട് എഫക്റ്റീവായിട്ട്, അതായത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ എന്ത് ചെയ്യണം, ഈ എക്സാമിന് വേണ്ടി കൂടി പ്രിപ്പയർ ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. RRB ഇത്തവണ തന്നിരിക്കുന്ന ഒരു സർപ്രൈസ് മൂവ്മെന്റ്, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പോസ്റ്റാണ് അല്ലേ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സിന്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിയ എന്താ പറയുക, ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. എവിടെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഒരുക്കുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രേഡ് 1 സിഗ്നലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾഡ് ബാച്ചും അതേപോലെ തന്നെ നോർമൽ ബാച്ചും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെന്ററിങ്ങും ഏറ്റവും മികച്ച വീഡിയോ ക്ലാസ്സുകളും എക്സാംസുകളും അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സിലൂടെ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. 2025 അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന, RRBയിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരാളായിട്ട് നിങ്ങളും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.